എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇന്നേ ദിവസം ഈ ഒരു ക്രിസ്മസ് ദിനത്തിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് വായിച്ച ഞാൻ ഒരു കഥയിലെ ഒരു മേരിക്കുട്ടിയമ്മ എന്നുള്ള കഥാപാത്രമാണ്. അത് ആ ഒരു കഥയിൽ മേരിക്കുട്ടിയമ്മ അല്ല കേട്ടോ, വേറൊരു പേരാണ്. പക്ഷേ എളുപ്പത്തിൽ ഞാൻ മേരിക്കുട്ടിയമ്മ എന്ന് പറയുന്നു. ഇപ്പോൾ പ്രായം ചെന്നൊരു അമ്മയാണ്. ആ അമ്മ ഇപ്പം നിലവിൽ താമസിക്കുന്നത് 5 നിലയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ ഒരു 5ാം നിലയിലാണ്. അപ്പോൾ ഇപ്പം മക്കളെല്ലാവരും വിദേശത്തായതുകൊണ്ട് മേരിക്കുട്ടി അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ദൈവത്തിൽ വളരെ വിശ്വാസമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായതായിട്ട് ഈ ഒരു ഫ്ലാറ്റിൻ്റെ അടിത്തട്ടിൽ ഒരു ഫ്ലാറ്റിൽ തീ പിടിച്ചു. അപ്പോൾ തീ പിടിച്ച സമയത്ത് അവിടെയുള്ള എല്ലാവരും വളരെയധികം പരിഭ്രാന്തരായി. അപ്പോൾ അടുത്തുള്ള ആളുകൾ ആ ഫ്ലാറ്റിൽ ആ ഒരു 5ാമത്തെ നിലയിലുള്ള ഫ്ലോറിലുള്ള എല്ലാവരും വന്ന് മേരിക്കുട്ടി അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മേരിക്കുട്ടി അമ്മയെ താഴെ തീ പിടിച്ചു, നമുക്ക് എത്രയും പെട്ടെന്ന് ഓടി താഴേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ തീ പടർന്ന് നമ്മൾ മരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് മേരിക്കുട്ടി അമ്മ അവരോടത്ത് പറഞ്ഞു, അങ്ങനെയൊന്നും മരിക്കില്ല, എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്, ദൈവം എന്നെ വന്ന് രക്ഷിക്കും, ഇങ്ങനെ പറഞ്ഞ് അവരെ താഴേക്ക് വിട്ടു. അപ്പോൾ അവർ താഴെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് മേരിക്കുട്ടി അമ്മ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് ഈ സെക്യൂരിറ്റിയുടെ അടുത്ത് ഇവരെല്ലാവരും ചെന്ന് പറഞ്ഞു, മേരിക്കുട്ടി അമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ സെക്യൂരിറ്റി ഈ തീ പടർന്നുകൊണ്ടിരിക്കണേ, ആ ഫ്ലാറ്റ് മൊത്തം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കണേ, എന്നിരുന്നാൽ പോലും തൻ്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഈ സെക്യൂരിറ്റി ഏറ്റവും 5ാമത്തെ നിലയിൽ കയറി വന്ന് മേരിക്കുട്ടി അമ്മയുടെ അടുത്ത് പറയും, ഇപ്പോൾ 2 നിലയിൽ തീ പടർന്നു, അതുകൊണ്ട് പെട്ടെന്ന് വാ, നമുക്ക് ഒരുമിച്ച് താഴേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. ആ സമയത്തും മേരിക്കുട്ടി അമ്മ ഈ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു, എന്നെ ദൈവം രക്ഷിക്കും, എനിക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്, എന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സെക്യൂരിറ്റി താഴേക്ക് ഇറങ്ങിപ്പോയി. ഏറ്റവും അവസാനം ഫയർഫോഴ്സ് വന്നു. ഇപ്പം ഏകദേശം ഒരു 3-4 നില വരെ ഇപ്പോൾ മൊത്തം തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഫയർഫോഴ്സിൻ്റെ പക്കൽ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ട് ആ ഫയർഫോഴ്സ് അവരുടെ ക്രെയിൻ ഉപയോഗിച്ച് ഈ മേരിക്കുട്ടിയമ്മ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിൻ്റെ ജനലെല്ലാം പൊട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് കയറ്, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും, ഇപ്പം തന്നെ ഈ ഫ്ലാറ്റ് ഇടിഞ്ഞൊളിഞ്ഞ് വീഴും എന്നെല്ലാം പറഞ്ഞു. അവരുടെ പക്കലും ഈ മേരിക്കുട്ടിയമ്മ പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റില്ല, നിങ്ങളുടെ പാട്ടും പാടി പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം എത്ര പറഞ്ഞിട്ട് അനുസരിക്കാതെ ഈ ഫയർഫോഴ്സും വിടവാങ്ങി. ആ സമയത്ത് ഈ ഫ്ലാറ്റ് മൊത്തം തീ പടർന്ന് ഈ മേരിക്കുട്ടി അമ്മ മരിച്ചു. അങ്ങനെ മേരിക്കുട്ടി അമ്മ സ്വർഗത്തിലേക്ക് എത്തി. കാരണം ജീവിതത്തിൽ വളരെയധികം പുണ്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മേരിക്കുട്ടി അമ്മക്ക് ഭയങ്കര വിഷമം. ദൈവത്തെയും ബാക്കിയുള്ളവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കലിയാണ്. വേറൊന്നുമല്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷിക്കാൻ നിങ്ങളാരും വന്നില്ല എന്നുള്ള ഒരു കലിയോടുകൂടി മേരിക്കുട്ടി അമ്മ നിൽക്കുന്നതാണ്. ആ സമയത്ത് ദൈവം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. മേരിക്കുട്ടി അമ്മ അവിടെ മേരിക്കുട്ടി അമ്മ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ട് ഞാൻ ആദ്യം മേരിക്കുട്ടി അമ്മയുടെ അപ്പുറത്തിപ്പുറത്തുള്ള അയൽക്കാരെ വിട്ടു രക്ഷപ്പെടാൻ. ആ സമയത്ത് മേരിക്കുട്ടി അമ്മ അനുസരിച്ചില്ല. വീണ്ടും ഞാൻ സെക്യൂരിറ്റീനെ വിട്ടു. ഞാനാണ് ആ സെക്യൂരിറ്റീനെ വിട്ടത് മേരിക്കുട്ടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ആ സെക്യൂരിറ്റിയെ മേരിക്കുട്ടി അമ്മ അനുസരിച്ചില്ല. വീണ്ടും മേരിക്കുട്ടി അമ്മ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണല്ലോ എന്ന് വിചാരിച്ചാണ് ഏറ്റവും അവസാനം ഞാൻ ഫയർഫോഴ്സിനെ തന്നെ വിട്ടത്. ആ സമയത്തും മേരിക്കുട്ടി അമ്മ അനുസരിച്ചില്ല. ഇവരൊന്നും അനുസരിക്കാൻ ഞാൻ വിട്ട ഈ 3 പേരെയും മേരിക്കുട്ടി അമ്മ അനുസരിച്ചില്ല. പിന്നെ മേരിക്കുട്ടി അമ്മേനെ രക്ഷിക്കാൻ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇപ്പം നമ്മളുടെ ജീവിതത്തിലെല്ലാം രക്ഷകരായിട്ട് പലപ്പോഴും പല വ്യക്തികളും കടന്നു വരാറുണ്ട്. പക്ഷെ അത് ദൈവം അയച്ചവരാണ് എന്ന് മനസ്സിലാക്കാതെ അവരെല്ലാം തള്ളി മാറ്റുന്നതിലൂടെ പലപ്പോഴും നമ്മളുടെ ജീവിതവും ഈ തരത്തിലുള്ള പല അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ തൊമ്മിച്ചൻ ടിപ്സ്, ഈ തൊമ്മിച്ചൻ ടിപ്സിലുള്ള ഓരോ വീഡിയോയിലൂടെ നിങ്ങളുടെ പക്കൽ മേരിക്കുട്ടി അമ്മയുടെ പക്കൽ വിട്ട അയൽവക്കക്കാരെ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ, ഫയർഫോഴ്സിനെ പോലെ, ഈ തൊമ്മിച്ചൻ ടിപ്സ് മാത്രമല്ല വേറെ പല വ്യക്തികളും പല രീതിയിലും സാമ്പത്തികമായിട്ട് നിങ്ങളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല ഇൻസ്ട്രക്ഷനും പല മുൻകരുതലും തരാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചതിന് ശേഷം ഏറ്റവും അവസാനം മേരിക്കുട്ടി അമ്മ മരിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഏറ്റവും അവസാനം ദൈവം രക്ഷിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, അവസരങ്ങൾ ദൈവം കൊണ്ടുവരുന്നത് പല വ്യക്തികളിലൂടെയാണ്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ അവസരങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം താങ്കൾക്ക് ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു ക്രിസ്മസിൽ എനിക്ക് നിങ്ങളോട് തരാനുള്ള ഈ ഒരു സന്ദേശം ഇത് തന്നെയാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുക.